പുരോഹിതന്മാർ, ബിഷപ്പുമാർ എങ്ങനെയാണ് സഭയിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്? അതൊരു പൈപ്പ് ലൈൻ ടൈപ്പ് കൈവപ്പാണ്. അതായത് ഒരാളെ കൈവച്ചു, വേറൊരാളെ കൈവച്ചു, അങ്ങനെ ഒരു ലോജിക്കൽ കൈവപ്പാണോ അതോ വേറെ ഏതെങ്കിലും മെത്തേഡാണോ തിരുവചനം പറഞ്ഞിരിക്കുന്നത്? എസ്പെഷ്യലി നമ്മൾ അച്ഛൻ ആദ്യം ഡിഡാക്കയുടെ കാര്യം പറഞ്ഞു, ആദ്യം അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കൽ എന്താണ് അത് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് ഒരു ബിഷപ്പിന് എങ്ങനെയാണ് വചനം അനുസരിച്ച് നമ്മൾ ഒരു വാക്കോടെ കൂട്ടി പറഞ്ഞാൽ ഡിഡാക്ക അനുസരിച്ച് എങ്ങനെയാണ് ബിഷപ്പുമാരെ അല്ലെങ്കിൽ പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതാണ് അടുത്ത ചോദ്യം. ഓക്കെ, നല്ല ചോദ്യമാണ്. നമ്മള് ഈ ഡിഡാക്കൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് കൃത്യമായിട്ട് ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്തില്ലാത്ത അല്ലെങ്കിൽ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും പഴയ നിയമത്തിലും ഇല്ലാത്ത ഒന്നും തന്നെ ഡിഡാക്കൽ കൂട്ടിച്ചേർത്തിട്ടില്ല. ഒരു പക്ഷെങ്കിൽ ഡിഡാക്ക എന്ന് പറയുന്നത് ലേഖനങ്ങളിലുള്ളതിന്റെ ഒരു തെളിവായിട്ടുള്ള കാര്യങ്ങളാണ്, അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും കൂടിയാണ്. മാത്രമല്ല ഡിഡാക്കല് ആദിമ സഭയിലെ ആചാരങ്ങൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയായിരിക്കണം സൺഡേസിൽ അവരുടെ കൂട്ടായ്മ ഉണ്ടായിരിക്കേണ്ടുന്നത്, എവിടെയാണ് അവർ കൂടേണ്ടുന്നത്, കൂടിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഇത്യാദി കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആർക്കാണ് സൺഡേയില് അല്ലെ കൂടിയൊരു സൺഡേയില് വേണമെന്ന് പറഞ്ഞത് നമുക്ക് കാണാം അല്ലെ? അതെ അതെ, അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആഴ്ചയുടെ ആദ്യ ദിവസം സഭ കൂടി വരണം. അപ്പം അതൊക്കെ വളരെ ഇൻസ്ട്രക്റ്റീവ്. ഞാൻ പറഞ്ഞല്ലോ 16 ചാപ്റ്റേഴ്സ് ഉണ്ട്, 16 അധ്യായങ്ങളുണ്ട്. ഈ 16 അധ്യായങ്ങളെ 3 ഭാഗമായിട്ടാണ് തിരിക്കുന്ന മൊത്തത്തില്. അപ്പൊ അതിനകത്ത് ഈ ഓരോ അധ്യായങ്ങളിലും വളരെ ക്രമമായി തന്നെയാണ് അപ്പോസ്തലന്മാർ ഇത് എഴുതി പോയിരിക്കുന്നത്. അല്ലാതെ വെറുതെ പറഞ്ഞല്ല. ഈ അപ്പോസ്തലന്മാർ എഴുതിയെന്ന് ഞാൻ പറയുമ്പോൾ അവര് കുത്തിയിരുന്ന് എഴുതിയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും ഈ യെരുശലേം സഭയാണല്ലോ ആദ്യത്തെ സഭ, അത് അംഗീകരിക്കുന്നുണ്ടോ? ലോകത്തിലെ ആദ്യത്തെ സഭ യെരുശലേമിലാണ് ഉണ്ടാകുന്നത്. അന്ത്യോക്യയിൽ വെച്ചിട്ടാണ് ആദ്യം ക്രൈസ്തവർ എന്നുള്ള പേരുണ്ടായത്. അപ്പൊ ആദ്യത്തെ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ സഞ്ചരിച്ച അപ്പോസ്തലന്മാർക്കും ആ അപ്പോസ്തലന്മാരുടെ പ്രസംഗം കേട്ട് വിശ്വാസത്തിൽ വന്നവരെ എല്ലാം പൊതുവെ വിളിച്ചിരുന്ന ശിഷ്യന്മാരെന്നാണ്, ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ അപ്പോസ്തലന്മാരും അതിനകത്ത് ഉൾപ്പെടും, ബാക്കിയുള്ള ജനങ്ങളും അതിനകത്ത് ഉൾപ്പെടുമായിരുന്നു. അപ്പോസ്തലന്മാർ കൂടാതെ ഈ 12 പേർ കൂടാതെ കർത്താവ് 70 പേരെ സെലക്ട് ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ 70 പേരുമായിട്ടും കർത്താവ് പല സന്ദർഭത്തിലും സംസാരിക്കുകയും അവർ കർത്താവിന്റെ കൂടെ വരികയും ചെയ്തു. അപ്പൊ ഈ 12 പേരിൽ എപ്പോഴും കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്ന 3 പേരായിരുന്നു. ആ 3 പേർ, ഒന്ന് യോഹന്നാൻ, പ്രായം കൊണ്ട് ഏറ്റവും കുറഞ്ഞവനായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാരില് യോഹന്നാൻ അപ്പോസ്തലനൊഴികെ ബാക്കി എല്ലാവരും വിവാഹിതരായിരുന്നു. യോഹന്നാൻ യേശുവിന്റെ ഒരു അടുത്ത സഹോദരനായിരുന്നു. അടുത്ത സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞമ്മയുടെ മോനായിരുന്നു, ചെറിയമ്മയുടെ. തമിഴിൽ അതിന് ചിത്തി എന്ന് പറയും, കൊച്ചമ്മ, നമ്മൾ അമ്മയുടെ അനിയത്തി, ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അമ്മയുടെ അനിയത്തിയുടെ മകനായിരുന്നു ആര്? യോഹന്നാൻ അപ്പോസ്തലൻ. അതുകൊണ്ടാണ് യേശു സ്വന്തം അനിയനെ പോലെ തന്നെ കൂടെ കൊണ്ട് നടക്കുകയും യേശുവിന്റെ മാർവോട് ചാരിയിരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമൊക്കെ യോഹന്നാന് നൽകിയിരുന്നത്. അപ്പൊ അത്ര ഒരു ഇന്റിമസി യേശു കർത്താവുമായിട്ടുണ്ടായിരുന്നു. യോഹന്നാൻ നല്ലൊരു കുടുംബത്തിൽ നിന്ന്, നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരു മോശം എന്നുള്ളതല്ല, സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക നിലവാരം ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ മകനായിരുന്നു. അത് തന്നെയല്ല, അദ്ദേഹം ഇച്ചിരി എടുത്തിയാട്ടൊക്കെ ഒരു ഭയങ്കര എന്താ പറയാ പയ്യനൊക്കെ ആണെന്ന് ഉള്ളതുകൊണ്ട് തന്നെ വളരെ കാര്യക്ഷമമായി പല കാര്യങ്ങളും ചെയ്യും. എന്നാൽ പത്രോസ് അപ്പോസ്തലനാകട്ടെ, പത്രോസിന്റെ പേര് പത്രോസ് നല്ല ഒറിജിനലി അല്ലെ, സൈമൺ എന്നാണ്. ഷീമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. ഈ എന്തുകൊണ്ടാണ് കർത്താവ് ശീമോൻ ഒരു നിക്നെയിം, ഒരു ഇരട്ടപ്പേര് കൊടുത്തതെന്നും കൂടെ നമ്മൾ അറിയണം. പത്രോസ് എന്നുള്ള പേര് എന്തുകൊണ്ടാണ് പത്രോസിന് കൊടുത്തതെന്ന് അറിയണം. ശീമോൻ എന്ന വാക്കിന്റെ അർത്ഥം പാറിപ്പോകുന്നവൻ, ഒഴുകിപ്പോകുന്നവൻ, വളഞ്ഞു പോകുന്നവൻ എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ സാഹചര്യം അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ശീമോൻ. ഒരു കാര്യത്തിലും തനതായിട്ടുള്ള ഒരു നിലനിൽപ്പില്ല, എടുത്തിയാടി കാര്യങ്ങളൊക്കെ പറയും. ഇമ്പച്വർ എന്നുള്ള വാക്ക് കേട്ടുണ്ട്. ഇമ്പച്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിയാട്ടക്കാരൻ, ഇമ്മച്വർ എന്നല്ല, ഇമ്പച്വർ. അപ്പം ആ എടുത്തിയാട്ടക്കാരനായിട്ടുള്ള ശീമോനെ അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 16-ാം വാക്യം പോലെ യേശു ഫിലിപ്പിയരുടെ കൈസറുടെ അവിടെ എത്തിയ സമയത്ത് ലോകം കർത്താവിനെ കുറിച്ച്, ഈശോ തമ്പുരാനെ കുറിച്ച് എന്തോ പറയുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ എന്താ പറയുന്നതെന്ന് ചോദിച്ച സമയത്ത് പല ഉത്തരങ്ങളും ശിഷ്യഗണങ്ങൾ പറഞ്ഞു, ഇങ്ങനൊക്കെയാ പറയുന്നതെന്ന്. അപ്പൊ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഉടനെ പത്രോസ് ആണ് അല്ലെങ്കിൽ ശീമോനാണ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പൊ ആ ഒരു വെളിപ്പാട് സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വെളിപ്പാടിന്മേൽ, അതായത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള വെളിപ്പാടിന്മേലാണ് ഞാൻ എൻ്റെ സഭയെ പണിയുക. അജിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആ
വാക്യങ്ങള് ഗ്രീക്കിൽ വായിച്ച് അതിന്റെ അർത്ഥം കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് 16-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ 18-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, ബെറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. എന്നിട്ട് അടുത്ത സെന്റൻസ് പറയുന്നത്, നീ പെട്രോസ് ആകുന്നു. പെട്രോസ് എന്നുള്ള ആ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ബെറിയോന ശീമോനെ, ശീമോൻ എന്നാണ് ശീമോന്റെ പേര് ഞാൻ പറഞ്ഞു. പാറിപ്പോകുന്നവനെ, ഒഴുകിപ്പോകുന്നവനെ, കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചാഞ്ഞു പോകുന്നവനെ എന്ന അർത്ഥത്തിൽ കർത്താവ് അവന്റെ പേരുമായിട്ട് അവന്റെ സ്വഭാവമായിട്ട് പത്രോസ് അപ്പോസ്തലൻ എന്നൊക്കെ ഇപ്പൊ നമ്മൾ പറയും, അന്ന് ശീമോൻ, ആ ശീമോന്റെ അവസ്ഥകളെ കർത്താവ് പറഞ്ഞിട്ട് പറയാണ്, എന്നാൽ ഇപ്പൊ നീ പറഞ്ഞിരിക്കുന്ന കാര്യം അത് പാറക്കഷ്ണം പോലെയുള്ള ഒന്നാണ്, ഒരു ഉറപ്പാണ്, പെട്രോസ് ആണ്. നീ പെട്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പാറക്കഷ്ണമാണ്. നീ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഉറപ്പുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് നിന്റെ മേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്നല്ല കർത്താവ് പറയുന്നത്, അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞ പിന്നെ, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഈ പെട്രേ എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പെട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുള്ള പ്രതലം എന്നും നീണ്ടുകിടക്കുന്ന പാറ എന്നും പൊട്ടിപ്പോകാത്തതെന്നും ഒക്കെ അതിന് അർത്ഥമുണ്ട്, വിശാലമായ അർത്ഥമാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള ആ വലിയ പ്രഖ്യാപനത്തിന്റെ മേലാണ് ഞാൻ എന്റെ സഭയെ പണിയുന്നത്. ആ സഭ എന്താണ് എന്നുള്ളത് വിവിഡായിട്ട് വളരെ കൃത്യമായിട്ട് ലേഖന ഭാഗങ്ങളിലൂടെ അപ്പോസ്തലന്മാർ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ഭവനമെന്ന് തന്നെ വിളിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ആട്ടിൻ കൂട്ടം എന്ന് വിളിക്കുന്നുണ്ട്. അതിന് ഒരുപാട് മണവാട്ടി എന്നുള്ള ആലങ്കാരിക പദം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ സഭ, എക്ലിസ്യ, കലയെ എന്നുള്ള 2 പദങ്ങൾ ചേർന്നുണ്ടായ ആ എക്ലിസ്യ ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേലായി കർത്താവ് പണിയുള്ളൂ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 16-ാം അധ്യായത്തിന്റെ ഈ പറഞ്ഞ 22-ാം വാക്യം കഴിയുമ്പോൾ താഴോട്ട് പത്രോസ് യേശുവിനെ വിളിച്ച് താഴോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നത്, നിനക്ക് കഷ്ടങ്ങളൊന്നും ഉണ്ടാകരുത്, നീ യെരൂശലേമിൽ പോയി കഷ്ടപ്പെടരുത് എന്നൊക്കെ പറഞ്ഞ സമയത്ത് കർത്താവ് തമ്പുരാൻ പറയുന്നത് എന്താണ്? പിശാച് എന്നാ പറഞ്ഞത്, അല്ലെ? പിശാച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇപ്പം പറയുന്ന കാര്യങ്ങള് നേരത്തെ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരുവന്റെ മേൽ കർത്താവ് തന്റെ സഭയെ പണിയാണെങ്കിൽ എങ്ങനെ ഇരിക്കും സഭ? രണ്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഞാനിപ്പോ അത് നമ്മുടെ വിഷയമല്ല, എന്നാലും ഒരു കാര്യം പറയാം. അതായത് ഈ നമ്മുടെ സെന്റ് അഗസ്റ്റീൻ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പത്രോസ് എന്ന പാറമേൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ റിട്രാക്ഷൻസിൽ പിന്നീട് അത് ഈ വിശ്വാസ പ്രഖ്യാപനത്തിന്മേലാണ്. അതായത് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം റീവിസിറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ അത് പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ ഉപരി പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിലാണെന്നാണ് പൊതുവെ ഇവാഞ്ചലിക്കൽക്കാര് ഏറ്റുപറയുന്നത്. അത് ബിബ്ലിക്കൽ, നിങ്ങൾ ഇവാഞ്ചലിക്കൽ എന്നോ മറ്റൊന്നും പറയണ്ട, ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിൽ അപ്പോസ്തലന്മാർ എഴുതി വെച്ചിരിക്കുന്നതിൽ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് കൂടുന്നത്, കൂട്ടമായിട്ടുള്ളതിനെ സഭ എന്ന് പറയുന്നു. ആ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവാണ് അവിടെ സന്നിധനാകാമെന്ന് പറഞ്ഞ 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കൂടി വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ അത് കർത്താവിന്റെ ആയതുകൊണ്ട് അത് കർത്താവ് എന്നുള്ള യേശു ക്രിസ്തു, കർത്താവ് അല്ലെങ്കിൽ ദൈവപുത്രനായ ക്രിസ്തു എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇത് പണിയപ്പെട്ടിരിക്കുന്നത്. അവൻ തന്നെ മൂലക്കല്ലും അപ്പോസ്തലന്മാർ എന്താണ് അടിത്തറയിട്ടിരിക്കുന്നതാണ്, അപ്പോസ്തലന്മാരുടെ ഉപദേശത്താൽ രൂപപ്പെട്ടിരിക്കുന്നതാണ്. ഞാൻ പറയാൻ കാരണം ഇതുകൊണ്ടാണ്. അതായത് ഇപ്പൊ റോമൻ കാത്തലിക് സഭയുടെ ഏറ്റവും വലിയ തിയോളജി, ഡോക്ടർ ഓഫ് തിയോളജിയാണ് അഗസ്റ്റീൻ പോലും ഇതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞ കാര്യം, ഞാനല്ല പറഞ്ഞത്, ദൈവവചനം പറഞ്ഞിരിക്കുന്ന അതേ കാര്യം. ഓക്കെ. അപ്പം ഇനി വേറൊരു കാര്യം, സാധാരണ ഇപ്പൊ അജിയെ പോലുള്ള ആളുകള് എന്നെ പോലുള്ളവരോട് തർക്കിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെയാണെങ്കിൽ ഈ പത്രോസ് അപ്പോസ്തലന് മാത്രമല്ലേ അധികാരം കൊടുത്തിരിക്കുന്നത്? നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്ന, ഈ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പത്രോസ്ലിയോട് മാത്രമല്ലേ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? പത്രോസ്ലിയോടല്ലേ? അപ്പൊ പത്രോസ്ലിയ അല്ലേ ഇതിനകത്ത് പ്രധാനി എന്നുള്ള ചോദ്യം. അത് ഒരധ്യായം കൂടെ കഴിഞ്ഞ് 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് മുഴുവൻ അപ്പോസ്തലന്മാർക്ക് ഇതേ കാര്യം തന്നെ കർത്താവ് അധികാരമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ അധികാരം കർത്താവ് തമ്പുരാൻ വളരെ കൃത്യമായിട്ട് സ്ലീഹന്മാർക്കെല്ലാം ഈ അധികാരം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. ഇനി സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസ്ലിഹായ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞത് വളരെ കറക്റ്റാ. എന്താ താക്കോല്? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് സുവിശേഷമാണ് ജി. അപ്പൊ ആ സുവിശേഷത്താൽ മനുഷ്യന്
വീണ്ടും ജനിക്കുമ്പോൾ, സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിക്കുമ്പോൾ അവൻ സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീരുകയാണ്. അവൻ സ്വർഗരാജ്യത്തിന്റെ അംഗത്വത്തിലേക്ക് ചേരുകയാണ്. അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയാണ്. മാത്രമല്ല പത്രോസ് ഇതേ താക്കോൽ ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് യഹൂദന്മാർക്ക് അപ്പോസ്തല നടപടികൾ 2-ാം അധ്യായത്തില് 3000 പേരെ 3000 പേര് വിശ്വാസത്തിലേക്ക് വരാനിടയായി. പിന്നീട് ശമര്യർക്ക് തുറന്നു കൊടുത്തു. പിന്നീട് ജാതി എന്താ പറഞ്ഞ 3 ഇതുണ്ടല്ലോ, അതായത് യഹൂദിയയിൽ, ശമരിയയിൽ, ലോകത്തിന്റെ അടുത്തോളം. യെരുശലേമില്, യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം. അപ്പം എല്ലാ സ്ഥലങ്ങളിലേക്കും സുവിശേഷം വ്യാപിക്കത്തക്കവണ്ണമുള്ള ആ താക്കോൽ അപ്പോസ്തലൻ ഉപയോഗിച്ചു. സുവിശേഷമാകുന്ന താക്കോൽ ഉപയോഗിച്ചപ്പോൾ ജാതികൾ മാനസാന്തരപ്പെട്ടു വന്നു. ആദ്യം ജാതികളോട് സുവിശേഷം പറഞ്ഞാരാ? ജാതികളുടെ അപ്പോസ്തലനായി ഏർപ്പെടുന്ന പൗലോസ് ആണെങ്കിലും ആദ്യം പറഞ്ഞാരാ? പത്രോസ്ലിയ, കൊർന്നല്യോസിന്റെ ഭവനത്തിൽ. ജാതികളോട് മാത്രമല്ല, ശമരിയരോടും ആദ്യം പറഞ്ഞ പത്രോസാണ്. സ്പെഷ്യലായിട്ട് നമുക്ക് കാണാം. അതെ. അപ്പം പിന്നെ കൊർന്നല്യോസിന്റെ അനുഭവമാണല്ലോ നമുക്ക് വളരെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ശമരിയയിൽ കൂടെ കർത്താവ് പോയിരുന്നു. കർത്താവ് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ശമരിയരും സുവിശേഷം വിശ്വസിക്കാനിടയായി. അതുകൂടാതെ ഫിലിപ്പിന്റെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന വേറെ വിജാതിരായിട്ടുള്ള ആളുകള് യേശുവിന്റെ അടുക്കൽ വന്ന് യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർക്ക് ഞങ്ങൾക്ക് യേശുവിനെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഗോതമ്പോണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കുമെന്ന് പറഞ്ഞു. അത് തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുക്കാൻ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് താൻ വന്നിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു വലിയ സന്തോഷം പങ്കിടുകയായിരുന്നു. തന്നെയല്ല, അബ്രഹാമിന്റെ രാജ്യത്തിലേക്ക് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് പന്തിഭോജനത്തിൽ ഇരിക്കും എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ സകല ജാതികളെയും ഉൾപ്പെടുത്തുന്നതാണ് ക്രിസ്തീയ സഭ എന്ന് പറയുന്നത്. ഇവിടെ കേരളത്തിലേക്ക് വരാം. നമുക്ക് മറ്റേ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, അതവിടെ കെട്ടിക്ക് കിടക്കുക. വരിക നമ്മളെ ഡിഡാക്കിലേക്ക്. കേരളത്തിലേക്ക് വരാം. കേരളത്തില് ഇതുവരെ നിങ്ങൾ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നതും പഠിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ് ഫലിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു തെറ്റായ കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ ബ്രാഹ്മിൺസ് ആണ് ആദ്യം കൺവേർട്ട് ചെയ്യപ്പെട്ടത്. ആണോ ഇല്ലയോ? അജിയൊക്കെ പലപ്പോഴും ക്ലെയിം ചെയ്യാറുണ്ടല്ലോ, ഞങ്ങള് ബ്രാഹ്മണൻ കൺവേർട്ട്സ് ആണ്, ഞങ്ങള് സുറിയാനികളായിട്ടുള്ള ഞങ്ങളെല്ലാം ബ്രാഹ്മണിസത്തിൽ നിന്ന് വന്നു. എന്റെ പൊന്നജി, ഈ MGS നായർ എന്ന് പറയുന്ന അടുത്ത സമയത്ത് മരിച്ചതായിട്ടുള്ള ഒരു മഹാനായ ചരിത്രകാരൻ, ആ MGS നായർ ഞങ്ങൾ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അന്ന് അവിടെ MGS നാരായണൻ വന്നു. കാലിക്കറ്റ് ക്രിസ്ത്യൻ ചെയറിൽ ഇന്റർനാഷണൽ സെമിനാർ നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ പോൾ പുളിക്കൽ അച്ഛനാണ് അന്ന് വിസിറ്റിംഗ് പ്രൊഫസർ ആയിരുന്നത് ക്രിസ്ത്യൻ ചെയറിന്റെ. അപ്പൊ അച്ഛന്റെ നേതൃത്വത്തില് അവിടെ ഒരു സെമിനാർ നടക്കുകയാണ്. ഞാനും അതിനകത്ത് ബോർഡ് മെമ്പറാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും, ഞങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പട്ടക്കാര് ഈ എഡ്യൂക്കേഷൻ ലെവലിൽ നിൽക്കുന്ന, ഹയർ എഡ്യൂക്കേഷൻ ലെവലില് റിസർച്ച് തലങ്ങളിലൊക്കെ നിൽക്കുന്ന, അതുപോലെ VC-മാര്, അച്ഛന്മാരും ഒക്കെ ഉള്ള ഒരു വലിയ സദസ്സിലാണ് അദ്ദേഹത്തിന്റെ പ്രബന്ധം അവതരിപ്പിച്ചത്. പ്രബന്ധം വായിക്കുകയല്ലായിരുന്നു, പുള്ളി ഓറലായിട്ട് തന്നെ കാര്യങ്ങൾ, ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ പറയാൻ. അപ്പം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, 14-ാം നൂറ്റാണ്ടിനപ്പുറത്തേക്ക് നമുക്ക് റിട്ടൺ ആയിട്ടോ ഓറലായിട്ടോ ഒരു ട്രഡീഷൻ ഇവിടെ ഈ സുറിയാനി ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകളില്ല. അത് അദ്ദേഹം ആണയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നല്ല പങ്ക് അച്ഛന്മാര് വളരെ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് സിറിയൻ ട്രഡീഷൻ ഉള്ളതായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള അച്ഛന്മാർ വളരെ കൃത്യമായിട്ട് പല ചോദ്യങ്ങളും തിരിച്ചും മറിച്ചും ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു തെളിവെങ്കിലും തരാൻ പറഞ്ഞു, ഒരു തെളിവെങ്കിലും. അപ്പൊ ഞാനും ഒരു പഠിതാവാണ്, ഈ ചരിത്ര പഠിതാവ്. എനിക്ക് ചരിത്രം വലിയ ഇഷ്ടമുള്ളൊരു കാര്യം. വെള്ളയാണി അർജുനൻ സാറിന്റെ, ഡോക്ടർ വെള്ളയാണി അർജുനൻ സാറിന്റെ കീഴിൽ ഞാൻ ഒരു റിസർച്ച് പേപ്പർ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കാസ്റ്റ് സിസ്റ്റം ഇൻ കേരള എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്യാനായിട്ട് ഇടയാക്കിയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ഡിലീറ്റും അതും ഇതൊക്കെ ഉള്ള, ഒത്തിരി ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായിരുന്നു അനേക ദീർഘവർഷങ്ങൾ കേരളത്തില്. അപ്പം ഭയങ്കര പണ്ഡിതനായിട്ടുള്ള ഒരു നടന്നു പോകുന്ന നിഘണ്ടുവോ അല്ലെങ്കിൽ ഒരു ചരിത്രകാരനോ എന്ന് നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. അതുപോലെ എപ്പോ സംസാരിക്കുകയാണെങ്കിലും ചരിത്രപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമ്മളങ്ങ് എഴുന്നേറ്റ് പോകാൻ തോന്നുമല്ലോ, അതുപോലെ എത്ര മണിക്കൂർ വേണേലും കേൾക്കും. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛനൊരു കാര്യം ചെയ്യ്, അച്ഛൻ കോളേജിന്റെ പ്രിൻസിപ്പാളൊക്കെ ആണല്ലോ, ഒരു കാര്യം ചെയ്യ്, ഈ കാര്യത്തെ കുറിച്ചൊന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറെ റെഫറൻസുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് തന്നു. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും വന്ദിച്ചു പോയത്. എന്താണെന്നറിയാമോ? ഇവിടെ AD 3-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ജാതികൾ അല്ലെങ്കിൽ ആളുകൾ എന്ന് പറയുന്നത് കേരളത്തിലുണ്ടായിരുന്നത് BC 2-1 AD 1, 2, 3 നൂറ്റാണ്ടുകളിൽ ഇവിടെ ഉണ്ടായിരുന്നത് ആരും തന്നെ ബ്രാഹ്മിൺസ് ആയിരുന്നില്ല. ഇവിടെ ബ്രാഹ്മിൺസ് ഇല്ലായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ ബ്രാഹ്മിൺസ് ഇല്ലായിരുന്നു. അന്ന് കേരളം ഇല്ലെന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന
അന്നത്തെ ഇടനാട്, മലനാട് എന്നൊക്കെ പറയുന്ന നാട്ടിലുള്ള സ്ഥലങ്ങള്, ചേരചോള പാണ്ഡ്യ രാജ്യങ്ങള്, ഈ രാജ്യങ്ങളിലൊന്നും തന്നെ അവർക്ക് ബ്രാഹ്മിൺസിന് ഇവിടെ അധിനിവേശം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവര് ഇവിടേക്ക് കയറി വരുന്നത്. അവര് ബ്രാഹ്മിണിസം വരുന്നത് തന്നെ വടക്കേ ഇന്ത്യയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ആരാണ്? ഇവിടെ ഉണ്ടായിരുന്നത് ഇലങ്കയിൽ നിന്ന് വന്നതായിട്ടുള്ള സാന്തവർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. സാന്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും റോയൽ ഫാമിലീസ് എന്നാണ് പൊതുവെ വിളിക്കപ്പെടുന്നത്. അപ്പൊ ആ വന്നതായിട്ടുള്ള ജനം രണ്ട് ശേരിയായിട്ട് മാറി. ഇവിടെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വന്ന് താമസിച്ചത്, ഇത് ഞാൻ പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം, 2200 വർഷങ്ങൾക്കൊക്കെ മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ഈ അടുത്ത സമയത്ത് ഞാനൊരു സഹോദരന്റെ ഒരു ചെറിയ എന്നെ കുറിച്ചുള്ള ഒരു ക്ലിപ്പ് കേൾക്കാനായിട്ട് ഇടയായിത്തീർന്നു. അതിനകത്ത് അദ്ദേഹം എന്നെ ഞാഞ്ഞൂൽ എന്നൊക്കെ വിളിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, 2000 വർഷത്തെ പാരമ്പര്യമുള്ള സഭയാണ് കേരളത്തിലുള്ളത്. 2000 വർഷത്തെ പാരമ്പര്യമൊന്നും ക്രിസ്തീയ സഭയ്ക്ക് തന്നെ ഇല്ലെന്നുള്ളത് ആദ്യം അജി മനസ്സിലാക്കണം. അജിയും മനസ്സിലാക്കണം, നിങ്ങളുടെ ഈ പാരമ്പര്യവാദികളായിട്ടുള്ള അജിയുടെ അനുചരന്മാരും മനസ്സിലാക്കണം. അങ്ങനെ ഒരു പാരമ്പര്യമൊന്നും സഭയ്ക്കില്ല. സഭയ്ക്ക് 2000 വർഷം ആയിട്ടില്ല ലോകത്തിൽ സഭ ആരംഭിച്ചിട്ട്. AD 33 കർത്താവ് തമ്പുരാൻ ക്രൂശിക്കപ്പെടുന്നതെങ്കിൽ തന്നെ എത്ര വർഷമായി ഒന്ന് ആലോചിച്ച് നോക്കിയേ. AD 33 2000 ആയിട്ടില്ല. അപ്പൊ നിങ്ങള് വലിയ തർക്കത്തിനും വാദത്തിനും ഒന്നും പോണ്ട. ഈ വലിയ പാരമ്പര്യം നിങ്ങൾ പറയേണ്ട, കാരണം നിങ്ങളുടെ അജ്ഞത കൂടുതൽ നിങ്ങൾ വെളിപ്പെടുത്തും. ഞാൻ ഈ കാര്യമൊന്നും ഒരിക്കലും എവിടെയും പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ ഞാൻ പറഞ്ഞിരിക്കും. ഇനി ഞാൻ പറയാം ജി, നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പുണ്ടല്ലോ അജിയെ പോലുള്ളവരുടെ ഈ വലിയ പാരമ്പര്യവാദം, അത് കൃത്യമായിട്ട് ലോകത്തിന് വെളിപ്പെടുത്തിയിട്ടേ ഇനി അടങ്ങുന്നുള്ളൂ. ചരിത്ര പുസ്തകങ്ങളെ വെച്ചുകൊണ്ട് നമുക്കിന്ന് ലഭ്യമായിരിക്കുന്ന മലയാത്മ പുസ്തകം, എന്റെ ഒരു സ്നേഹിതൻ ഡോക്ടർ ശാമുവൽ നെല്ലിമുകൾ സാറിന് മലയാത്മ നന്നായിട്ട് വായിക്കാൻ അറിയാം. അപ്പൊ അദ്ദേഹം എഴുതിയിരിക്കുന്ന മനോഹരമായ ഒരു പുസ്തകമുണ്ട്, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണങ്ങൾ. അതിനകത്ത് മലയാളം അല്ലെന്ന് മലയാത്മ ചരിത്രമൊക്കെ അതിനകത്തുണ്ട്. അതൊക്കെ അതൊന്ന് വായിച്ച് കേൾപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു എന്നുള്ളത്, ഇവിടെ എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത് AD 52 തോമസ് ലീഹ വന്നു. നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. അപ്പം AD 52 തോമസ് ലീഹ ഇവിടെ വരുന്ന സമയത്ത് ബ്രാഹ്മിൺസ് ഇല്ല. പിന്നുള്ള ആരാണ്? സാന്തവർ എന്നറിയപ്പെടുന്ന ഈ ജനത, അവര് വടക്കോട്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്ക്, ഈ നാട്ടിലേക്ക് വന്നവര്, നമ്മുടെ തിരുവിതാംകൂറിന്റെ ആ ഭാഗം മുതൽ ഇങ്ങോട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈഴവർ എന്നാണ് അറിയപ്പെടുന്നത്. ഇലങ്കയിൽ നിന്ന് വന്നവർ എന്നാണ് ഈഴവർ എന്ന് പറഞ്ഞാൽ. ഇലങ്കയിൽ നിന്ന് വന്നവർ, അന്ന് ശ്രീലങ്ക എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ വിളിക്കുന്നതെങ്കിലും അന്ന് ഇലങ്ക എന്നൊക്കെ ആയിരുന്നല്ലോ വിളിക്കപ്പെട്ടിരുന്നത്, അല്ലെ, ഇലങ്കൈ പട്ടണം. അപ്പം ഇലങ്കയിൽ നിന്ന് വന്നവർ എന്നുള്ള ആ അർത്ഥത്തിലാണ്. അവിടുന്നാണ് ഈ കൊടുങ്ങല്ലൂര് ഭഗവതിയുടെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ അവിടുന്ന് കടൽ താണ്ടി വന്ന് മന്നൻ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചൊക്കെ ആ കാലഘട്ടത്തിലാണ്. അപ്പൊ വളരെ പൗരാണികമായിട്ടുള്ളതാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രമൊക്കെ, അതിന്റെ അനുബന്ധ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് വന്ന ആളുകള് ആ പ്രദേശങ്ങൾ, ഈ വടക്കൻ പ്രദേശങ്ങളിൽ താമസിച്ച് അവരെ ഈഴവർ എന്നറിയപ്പെട്ടു. തെക്കോട്ട് പോയ ആളുകൾ, കന്യാകുമാരി മുതൽ അല്ലെങ്കിൽ പാറശാല മുതൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ തെക്ക് മുതൽ ഉള്ള സ്ഥലത്തുള്ള ആളുകളെ നാടാർ, നാട് വാഴുന്നവർ എന്ന അർത്ഥത്തിൽ നാടാർ എന്ന് അറിയപ്പെട്ടു. അങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട്, രണ്ടും ഒരേ കുലത്തിൽപ്പെട്ട ആളുകളാണ്, നാടാറും ഈഴവരും. അപ്പൊ ഈ കുലങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവരായിരുന്നു ഇവിടുത്തെ അടിസ്ഥാന വർഗത്തോടുകൂടി. ഇവിടുത്തെ ഒറിജിനൽ ആളുകൾ എന്ന് പറയുന്നത് അതിനു മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. പക്ഷെ ഇവര് ഇലങ്കയിൽ നിന്ന് വന്നവരാണ്, ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. പിന്നെ എത്രയോ നൂറ്റാണ്ടുകൾ, 8ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ശരിക്കും ബ്രാഹ്മണിസം ഡെവലപ്പ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ഇവിടെ ശിവൈറ്റ്സും വൈഷ്ണവിറ്റ്സും 3ാം നൂറ്റാണ്ടിൽ വരുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ട്രഡീഷൻ നിങ്ങൾ പറയുകയാണെങ്കിൽ, അജയെ പോലുള്ളവര് ഈ പാരമ്പര്യം പറയുകയാണെങ്കിൽ, ആ പാരമ്പര്യത്തിന് യാതൊരു സാധുതയുമില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പം നിങ്ങളുടെ വലിയ വീരവാദങ്ങളൊന്നും ചരിത്രം അറിയുന്നവരുടെ മുമ്പാകെ വിവരിക്കാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് നാണക്കേടായിരിക്കും അജി. ഞാൻ വളരെ താഴ്മയോടും സ്നേഹത്തോടും പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യം പറയാനില്ല. ഇനിയും ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഡിഡാക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചിങ്സ് ഓഫ് 12 അപ്പോസ്റ്റൽസ്, 12 അപ്പോസ്റ്റലന്മാരുടെ പഠിപ്പേര്. അപ്പം 12 അപ്പോസ്റ്റലന്മാര് ഇത് പഠിപ്പിക്കണമെങ്കിൽ, ഞാൻ സെന്റ് തോമസിനെ കുറിച്ച് പറഞ്ഞാ വന്നത്, AD 52 സെന്റ് തോമസ് ഇവിടെ വന്നു എന്ന് കൂട്ടിക്കും. ആ കാലഘട്ടത്തില് 52 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ആയിക്കോണമെന്നില്ല, കാരണം അന്ന് AD 52 എന്ന് പറഞ്ഞൊരു വർഷമൊന്നും അന്നില്ല. 1583 ജൂലിയൻ കലണ്ടർ, ഇന്ന് നമ്മൾ കാണുന്ന ഗ്രിഗോറിയൻ കലണ്ടർ വരുന്നത്. ഗ്രിഗോറിയൻ പോപ്പ് മാർപ്പാപ്പയാണ് ആ കലണ്ടർ കൊണ്ടുവരുന്നത്. അപ്പൊ പിന്നെ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം വർഷങ്ങളിലും മാസങ്ങളിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഏകദേശം നിങ്ങൾ ആ കാലഘട്ടത്തെ തന്നെ കൂട്ടിക്കും, ആദ്യ നൂറ്റാണ്ടിൽ തന്നെ തോമസ് ലീഹ വന്നു എന്നുള്ളത്.
അപ്പൊ ഈ തോമസ് ലീഗ വരുന്നതിന് മുമ്പായിരുന്നു 49-50 കാലഘട്ടത്തിലായിരുന്നു ഈ ജെറുസലേം കൗൺസിൽ നടക്കുന്നത്. അത് അറിയാലോ അല്ലെ? ആദ്യത്തെ സഭയുടെ സുനോദോസ് നടക്കുന്നത്, സഭാ കൗൺസിൽ നടക്കുന്നത് ജെറുസലേമിലാണ്. അപ്പം പിന്നെ വേറെ ഏതോ സ്ഥലത്താണ്, അന്ത്യോക്യയിലാണ് ആദ്യത്തെ സഭ എന്നൊക്കെ പറയുന്നതും അത് അജിയുടെ ഒക്കെ വിവരക്കേട് തന്നെയാണെന്ന് ഞാൻ പറയാൻ വേണ്ടിട്ട് അത് വിശദമായിട്ട് പറയുന്നത്. അപ്പൊ ഈ ആദ്യത്തെ സഭാ കൗൺസിലിൽ അവിടെ അപ്പോസ്തലൻ പൗലോസുമായിട്ടൊക്കെ ഉള്ള പ്രശ്നമായിരുന്നല്ലോ. പൗലോസ് അപ്പോസ്തലനും ബർന്നബാസും കൂടെ വന്നിട്ടാണല്ലോ സഭയുടെ ആ കൗൺസിൽ കൂടേണ്ടി വന്നത്. അപ്പൊ ആ സഭാ കൗൺസിലില് അവരെന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തതെന്ന് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തില് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്താണ് വാസ്തവത്തിൽ സഭയിൽ നടക്കേണ്ടത്, എങ്ങനെയാണ് സഭ വളരേണ്ടത്, എന്തൊക്കെയാണ് സഭയിൽ പഠിപ്പിക്കേണ്ടത്, ആരൊക്കെ ആയിരിക്കണം സഭയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്, ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് തുറന്ന ചർച്ച നടന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഡിഡക്ക എഴുതിയിരിക്കുന്നത്. മനസ്സിലായിപ്പോ?